ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കട്ടക്കോട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയുള്ള കൃപ റെസ്റ്റോറൻറ്റ് കേട്ടോ. കൃപ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇതിലൊരു ആവശ്യമായിട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ചായ കുടിക്കാൻ കയറിയായിരുന്നു കേട്ടോ. കടയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൊച്ചു കടയാണ് കേട്ടോ. ഭയങ്കര നമുക്ക് വിശാലമായിട്ട് പറയാനൊന്നുമില്ലാത്ത ഒരു കട, ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്. പക്ഷേ കുഞ്ഞ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും അവിടെ ഒരുപാട് ഐറ്റംസ്, നമ്മുടെ പലഹാരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാട്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ചിക്കൻ കറിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തട്ടുകടയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റിലുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്, എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇതേവിടെ തന്നെ ദോശ, പൊറോട്ട, ബീഫ് കറി, ചിക്കൻ പെരട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇപ്പം നിലവിൽ അവിടെ ഉള്ളതാണ് കേട്ടോ. അതാണ് അവർ ബോർഡ് ഇട്ടേക്കുന്നത്. പിന്നെ അതുകൂടാതെ വാഴയ്ക്കപ്പം, നമ്മുടെ നെയ്യപ്പം, പിന്നെ ഉഴുന്നുവട, പരിപ്പ് വട, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായിരുന്നു അവിടെ ഉഴുന്നുവടയും ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അവിടെ എൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഒതുക്കിയിട്ടാണ് നമ്മൾ കയറുന്നത്. നേരെ ഫ്രണ്ടിൽ തന്നെ വണ്ടി ഒതുക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിനൊക്കെ സൈഡിലൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അടുത്തൊരു മീൻ കച്ചവടം ചെയ്യുന്നൊരു അമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ഒതുക്കമുള്ള ഏരിയ. കട്ടക്കോട് എന്നാണ് സ്ഥലം. നമ്മളെല്ലാവരും മോദകവും ഉള്ളിവടയൊക്കെയാണ് കേട്ടോ എടുത്തത്. ഞാനും ചേട്ടനും പിന്നെ ചേട്ടൻ്റെ ഒരു മോനും ഉണ്ടായിരുന്നു, പിന്നെ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. നമ്മളൊരു യാത്രയുടെ ഭാഗമായിട്ട് ഇതിലെ വരുന്ന വഴിക്കാണ് പോയത്. ഈ കൃപ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് കാറ്റർ സർവീസ് ലഭ്യമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡുകൾ അവർ ചെയ്ത് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വീടുകളിൽ എത്തിച്ചു തരുന്ന ഒരു കാറ്ററിംഗ് സർവീസും കൂടെ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാമല്ലോ അപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പാചകം ചെയ്യുന്ന എല്ലാം നമ്മുടെ ഓപ്പണായിട്ട് തന്നെയാണ്, എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പാചകം ചെയ്യുന്നത്. പിന്നെ ഒരു സാധാരണ ഒരു കൊച്ചു കടയാണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇവിടെ ഇലയപ്പമൊക്കെ ഉണ്ടായിരുന്നു. അവർ തന്നെയാണ് സ്വന്തമായിട്ട് അവിടെ കടയിൽ ചെയ്യുന്ന ഇലയപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുഞ്ഞു ഐറ്റംസ് എല്ലാം നമ്മൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കൊച്ചു കടയാണെങ്കിലും നമ്മുടെ ഒരു വലിയ കടയിൽ കിട്ടുന്ന കുറേ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ട്. എല്ലാം കുറേശ്ശെ അളവിൽ കുറവാണെന്ന് മാത്രം, പക്ഷെ എല്ലാം കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.